There are 2 dates for the OET in March. March 7th and March 21st. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ വെറും 2 ആഴ്ച സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ OET പ്രിപ്പയർ ചെയ്യാം എന്നതാണ്. So I'm sure it will help for all those test takers who have booked your date for March 7th and also any other test dates in the future. I will deal with all the 4 modules and your short duration നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. Let's begin with reading and listening. So reading and listening രണ്ടും ടൈംഡ് ആയിട്ടുള്ള ടെസ്റ്റ്സ് ആണ്. സോ ആദ്യം നിങ്ങൾ അറിയേണ്ടത് the format of the test. As in, what are the different parts or sections involved in the test? How many parts are there? നമുക്കറിയാം റീഡിംഗ് ആയാലും ലിസ്ണിംഗ് ആയാലും പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഉണ്ട്. സോ ബി വെരി ക്ലിയർ വിത്ത് ദി ഡിഫറെൻറ്റ് സെക്ഷൻസ്. You should be aware of the different question types that you need to answer. Multiple choice ഒരു question type ആണ്. അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുക. So make sure you are really aware of what are the different question types that you will encounter in the reading and listening subtests. അതുകൂടാതെ ടൈം അലോട്ട്മെൻറ്റും നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. പാർട്ട് എ ഓഫ് റീഡിംഗ് എത്ര ടൈം കൊണ്ട് തീർക്കാം, പാർട്ട് ബി ആൻഡ് സി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈമുണ്ട്, അതുപോലെ തന്നെ ലിസ്ണിംഗ് ഓരോ സെക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈമാണുള്ളതെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓഫ് കോഴ്സ് ലിസ്ണിങ്ങിൽ നമ്മൾ അധികം ടൈം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടേപ്പ് പ്ലേ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. So that is something you don't need to worry about, but still you should be aware of the time requirement. So the first thing that you need to make sure you're clear with is the format of the reading and the listening test. Second, make sure you know how to record your response. ഈ ഡിഫറെൻറ്റ് MCQs of course നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 3 or 4 ഓപ്ഷൻസ് ഗിവൺ നിങ്ങൾ റൈറ്റ് ആൻസർ മാത്രം ചൂസ് ചെയ്താൽ മതി. പക്ഷേ ബാക്കി വരുന്ന സെക്ഷനിൽ പാർട്ട് എയിൽ വരുന്ന സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യും, എത്ര വേർഡ്സ് യൂസ് ചെയ്യണം, വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഷോർട്ട് ഫ്രേസസ് ആയിരിക്കണോ, അതോ ഷുഡ് യു റെസ്പോൺസ് ജസ്റ്റ് ബി നമ്പേഴ്സ്, അത് നിങ്ങൾ ക്ലിയറായി അറിഞ്ഞിരിക്കണം. So make sure you're clear with the word count or the usage of numbers in your responses. Third, be really clear with how important spellings are. Reading spellings are very much important. കാരണം നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അതേ വേർഡ്സ് ആണ് അല്ലെങ്കിൽ അതേ ഫ്രേസസ് ആണ് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് ആൻസേഴ്സായി എഴുതേണ്ടത്. സോ ഡെഫിനറ്റ്ലി റീഡിങ്ങിൽ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ that is not accepted as the right answer. മറിച്ച് ലിസ്ണിങ്ങിൽ സ്പെല്ലിംഗ് is not a big issue. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച വേർഡ് അതുപോലെ തന്നെ സൗണ്ട് ചെയ്യുകയാണെങ്കിൽ സ്പെല്ലിംഗ് is not a problem. For example, the word chaotic can be written in different spellings. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ കുട്ടികളോട് chaotic എന്ന വേർഡ് എഴുതാൻ പറഞ്ഞാൽ പല സ്പെല്ലിങ്സ് ആണ് അവർ എൻ്റർ ചെയ്യുക. കെ വെച്ചിട്ട് തുടങ്ങും, സി വെച്ചിട്ട് തുടങ്ങും, CH വെച്ചിട്ട് തുടങ്ങും. സോ എങ്ങനെ എഴുതിയാലും ഇഫ് ഇറ്റ് സൗണ്ട്സ് റൈറ്റ് ലൈക്ക് ദ റൈറ്റ് വേർഡ് ദെൻ യു വിൽ നോട്ട് ലൂസ് മാർക്സ് ഇൻ ലിസ്ണിംഗ്. സോ സ്പെല്ലിങ്സ് എവിടേക്കാണ് ഇമ്പോർട്ടൻറ്റ്, എവിടേക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫോർത്ത്, മേക്ക് ഷുവർ ഓഫ് ദ ടെക്നീക്ക് ദറ്റ് യു ആർ ഗോയിങ് ടു യൂസ് എസ്പെഷ്യലി ഇൻ യുവർ റീഡിംഗ്. കാരണം പല ആൾക്കാരും പല ടെക്നീക്സാണ് ഫോളോ ചെയ്യാറ്. പാർട്ട് എ സോൾവ് ചെയ്യുമ്പോൾ തന്നെ സം സ്റ്റുഡൻസ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ദേ സോൾവ് ഇൻ ദ സെയിം ഓർഡർ. 1 to 7 ക്വസ്റ്റ്യൻസ് ആദ്യം സോൾവ് ചെയ്യും, പിന്നെയാണ് ബാക്കി 3 സെക്ഷൻസ് സോൾവ് ചെയ്യാറ്. ബട്ട് ദർ ആർ സർട്ടൻ സ്റ്റുഡൻസ് ഹു ബിഗിൻ വിത്ത് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് പാർട്ട് എ. സോ ഇങ്ങനെ വരുമ്പം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിളായ ടെക്നീക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്ന 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു ധാരണയിലെത്തണം. കാരണം നിങ്ങൾ എക്സാം ഡേയിൽ നിങ്ങളുടെ ടെക്നീക്ക് മാറ്റി ഒരിക്കലും ട്രൈ ചെയ്യരുത്. ഡ്യൂറിങ് യുവർ പ്രാക്ടീസ് ടൈം ട്രൈ ഡിഫറെൻറ്റ് ടെക്നീക്സ് വിച്ച് എവർ സൂട്ട്സ് യു ബെസ്റ്റ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിൽ ഏത് ടെക്നീക്ക് ഫോളോ ചെയ്താലാണ് നിങ്ങളുടെ ഫുൾ പാസേജസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് ആ ടെക്നീക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എക്സാം ഡേയിലും മേക്ക് ഷുവർ യു ഫോളോ ദ സെയിം ടെക്നീക്സ്.
No surprises required. കാരണം നിങ്ങൾ ടെക്നിക്ക് മാറ്റി ഉപയോഗിച്ചാൽ sometimes it will not work and you may not be able to finish on time. 5. When it comes to listening, there are 2 techniques that you can practice. One is signposting. Signposting എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ആൻസർ ആണോ എഴുതേണ്ടത് ബ്ലാങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി യു ക്യാൻ ലുക്ക് ഔട്ട് ഫോർ ഇറ്റ് ഇൻ ദി ഓഡിയോ ടേപ്പ്. ഫോർ എക്സാമ്പിൾ, റെസ്പോൺസസ് ആരുടെ സൈഡിൽ നിന്നാണ് വരേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ പേഷ്യൻറ്റ് ആൻഡ് എ ഡോക്ടർ, ഡോക്ടറിൻ്റെ കോൺവെർസേഷൻ കേട്ടാലാണോ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുക, അതോ പേഷ്യൻ്റെ സൈഡിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതൊരു ലെക്ചർ ആണെങ്കിൽ ഏത് ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ്സ് എൻ ഇൻ്റർവ്യൂ, വിച്ച് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി നീഡ് ടു ഫോക്കസ് ഓൺ, അതനുസരിച്ചിരിക്കും നമ്മുടെ റെസ്പോൺസസ് നമുക്ക് കിട്ടുന്നത്. സോ സൈൻ പോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഫൈൻഡ് ദി റൈറ്റ് ആൻസേഴ്സ് ഇൻ ലിസ്ണിംഗ്. ദ സെക്കൻഡ് ടെക്നിക് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ ലിസ്ണിംഗ് ഇസ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള കുറച്ച് ടൈം കിട്ടും ലിസ്ണിങ്ങിൽ. ആ ടൈമിൽ നമ്മൾ ഗെസ് ചെയ്യണം എന്ത് വേർഡിന് വേണ്ടിയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിൽ ദ പേഷ്യൻറ്റ് ഫോളോസ് എ ഡാഷ് ഡയറ്റ് അങ്ങനെ തന്നാൽ നമുക്കറിയാം ബ്ലാങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ എന്ന വേർഡ്സ് ആയിരിക്കാം ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ഫ്രൂട്ട് ഡയറ്റ്. അപ്പോൾ വി നോ വി നീഡ് ടു ലിസൺ ഫോർ സച്ച് വേർഡ്സ്. ദാറ്റ് ഈസ് വാട്ട് ഫോർകാസ്റ്റിംഗ് ഈസ് ഓൾ അബൌട്ട്. ടൈമാണോ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്, ഡേറ്റ് ആണോ എൻ്റർ ചെയ്യേണ്ടത്, അതോ ഒരു സിംറ്റം ആണോ എൻ്റർ ചെയ്യേണ്ടത്, അതോ പെയിൻ സ്കെയിലാണോ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്, ഡിസ്ക്രൈബിങ് ഓഫ് പെയിൻ ആണോ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഫോർകാസ്റ്റിംഗ് ടെക്നിക്കിലൂടെ മനസ്സിലാവും. സോ മേക്ക് ഷുവർ യു പ്രാക്ടീസ് ദി സൈൻ പോസ്റ്റിംഗ് ആൻഡ് ദി ഫോർകാസ്റ്റിംഗ് ടെക്നിക് വെൻ ഇറ്റ് കംസ് ടു ലിസ്ണിംഗ്. ആൻഡ് ദ 6th tip for reading and listening is to practice every day. നിങ്ങൾക്ക് 2 ആഴ്ച മാത്രമാണ് സമയമുള്ളത്. So don't waste time. Every day make sure you practice 1 set of listening and 1 set of reading. And throughout your practice sessions and during your exam, stay positive. And the day before the exam, it's very important to sleep really well. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്തോ എന്തൊക്കെ ട്രൈ ചെയ്തോ അതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്ന് സ്റ്റോറായി റിസർവ് ആയിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ you need to have a good night's sleep. So make sure you rest well on the day before the exam. And don't forget to eat good food also. Eat only fresh items so that you don't have any problems with your health on the day of the exam. On the whole, you will be stressed about the exam. So എന്തിനാണ് നമ്മൾ മോശം ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ ഫോളോ ചെയ്താൽ നമ്മുടെ stomach might have certain problems. So be away from all of that. Eat healthy and sleep well. Next is your writing subtest. ഈ റൈറ്റിംഗിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യാൻ പറ്റുക. The first step for writing is to collect different formats and samples. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പല നല്ല സോഴ്സിൽ നിന്നും ലെറ്റർ സാമ്പിൾസും ലെറ്റർ ഫോമാറ്റ്സും കളക്ട് ചെയ്യുക. കാരണം ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ഫോളോ എ ടെംപ്ലേറ്റ്. സോ നിങ്ങൾ ഒറ്റൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യാതെ പല സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ പല സ്ട്രക്ചേഴ്സും പല രീതിയും ഫെമിലിയർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ യുവർ റൈറ്റിംഗ് പ്രാക്ടീസ്. യുവർ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. ടൈംഡ് പ്രാക്ടീസ് ആയിരിക്കണം, അതും റെഗുലർലി. ദാറ്റ് മീൻസ് 2 ആഴ്ച നമുക്ക് സമയമുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ അറ്റ്ലീസ്റ്റ് 1 ലെറ്റർ എഴുതി പഠിക്കണം. അങ്ങനെ ടൈംഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടൂ. 45 minutes ആണ് നമ്മുടെ റൈറ്റിംഗ് ടെസ്റ്റ് ഉള്ളത്. ഫസ്റ്റ് 5 minutes നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. സോ സിമിലർലി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ 5 minute നിങ്ങൾ കേസ് നോട്ട്സ് മാത്രം നോക്കുക. എന്താണ് ടാസ്ക്, ആർക്കാണ് എഴുതേണ്ടതെന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയുക, പ്ലാൻ ചെയ്യുക നിങ്ങളുടെ റൈറ്റിംഗ്. നെക്സ്റ്റ് 40 minutes മാത്രം നിങ്ങളുടെ ലെറ്റർ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ റൈറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയ വേർഡ് കൗണ്ട്, എത്ര എഴുതണം, ഹൗ മെനി പാരഗ്രാഫ്സ് യു നീഡ് ടു റൈറ്റ്, ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ടായി പോകുന്നത് തന്നെയാണ് നല്ലത്. സോ മേക്ക് ഷുവർ യു ലുക്ക് ഔട്ട് ഫോർ ദീസ്. നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് സ്പെല്ലിങ്സ്. ആൻഡ് റൈറ്റിംഗ് സ്പെല്ലിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾക്കൊരു A അല്ലെങ്കിൽ B ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്പെല്ലിങ്ങും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ചെറിയ സ്ലിപ്സ് ആർ ആക്സെപ്റ്റഡ്. ആൻഡ് ഇഫ് ദി എക്സാമിനർ ഫീൽസ് ദോസ് ആർ സ്മോൾ എറേഴ്സ്, നിങ്ങൾ അറിയാതെ പറ്റിപ്പോയ തെറ്റാണെന്ന് എക്സാമിനറിന് മനസ്സിലായാൽ ദോസ് ആർ നോട്ട് കൗണ്ടഡ്. സോ ദോസ് സ്പെല്ലിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ റൈറ്റിംഗ്.
I wouldn't say you need to be 100% accurate. പക്ഷെ 100% accurate ആണെങ്കിൽ all the better. Make sure you also are well aware of the kind of action words that you need to use in the letter. കാരണം നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ എന്ത് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആ വേർഡ്സും അതിൻ്റെ സ്പെല്ലിങ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. കാരണം മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് യു ക്യാൻ പിക്ക് ഫ്രം ദ കേസ് നോട്ട്സ് ഇറ്റ് സെൽഫ്. സോ വേർഡ്സ് ദാറ്റ് യു ഗോയിങ് ടു ആഡ് അതിൻ്റെ സ്പെല്ലിങ്സ് ഒരിക്കലും തെറ്റാതെ നോക്കുക. Another good writing tip practice ചെയ്യാൻ definitely is writing the same letter to 2 or 3 different recipients. നിങ്ങൾ ഒരു പേഷ്യൻ്റെ കേസ് നോട്ട് എടുക്കുക, എന്നിട്ട് ആ കേസ് നോട്ട് വെച്ചിട്ട് 2-3 ആൾക്കാർക്ക് ഈ പേഷ്യൻറ്റിനെ കുറിച്ച് എഴുതുന്നതായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. One could be a doctor, the other could be a physiotherapist, and third could be a family member. ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ് സംതിങ് റിയലി വെൽ, ആൻഡ് ദാറ്റ് ഈസ് സെലക്ഷൻ ഓഫ് ഡേറ്റ. കേസ് നോട്ട്സിൽ എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതണം, നിങ്ങൾ ഈ ടെക്നിക്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. കാരണം ഈ 3 പേർക്ക് എഴുതുന്ന ലെറ്ററും ഒരിക്കലും സെയിം ആയിരിക്കില്ല. സോ ഡോക്ടറിന് എഴുതുന്ന ലെറ്ററും ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്ന ലെറ്ററും ഫാമിലി മെമ്പറിന് എഴുതുന്ന ലെറ്ററിലെയും കോണ്ടൻറ്റ്സ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കേസ് നോട്ട്സ് സെലക്ട് ചെയ്യണമെന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. എന്നിട്ട് അതേ കേസ് നോട്ട് വെച്ച് 3 ലെറ്ററും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എങ്ങനെയാണ് ഡിഫറൻസ് വരുത്തേണ്ടത്. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ഗുഡ് ടിപ്പ് ദറ്റ് യു ക്യാൻ പ്രാക്ടീസ്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന കേസ് നോട്ട്സ് ഒരിക്കലും അതേപോലെ ലെറ്ററിൽ എഴുതി വെക്കരുത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലീവ് ഔട്ട് ഓൺ ഡേറ്റ ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡു നോട്ട് ഫോളോ ദ സെയിം ഓർഡർ. കേസ് നോട്ട്സിൽ തന്നിരിക്കുന്ന അതേ ഓർഡർ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. Depending on whom we are writing to and what information is important, അതാണ് നമ്മൾ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദി ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ദർ ഇസ് നോ ഫിക്സ്ഡ് ഓർഡർ ആൻഡ് ദർ ഇസ് നോ റൂൾ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ സെയിം ഓർഡർ ആസ് ദ കേസ് നോട്ട്സ് ആർ ഗിവൺ. ആൻഡ് ഡു നോട്ട് ഫോളോ എ ടെംപ്ലേറ്റ്. ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ ഇന്നതാണ് എഴുതുക, സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ സോഷ്യൽ ഹിസ്റ്ററി തന്നെ എഴുതും, തേർഡ് പാരഗ്രാഫിൽ ഞാൻ മെഡിക്കൽ ഹിസ്റ്ററി എഴുതും എന്നൊരു മുൻധാരണയിൽ ഒരിക്കലും നിങ്ങൾ എക്സാം പ്രാക്ടീസും ചെയ്യരുത്, എക്സാം എഴുതാനും പോകരുത്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണോ കേസ് നോട്ട്സ് കിട്ടുന്നത്, എന്താണോ ടാസ്ക്, ആർക്കാണോ എഴുതുന്നത്, ഇത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് പാരഗ്രാഫ്സ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡു നോട്ട് ഫോളോ എ ടെംപ്ലേറ്റ്. അനദർ ടിപ്പ് ഇസ് ഡു നോട്ട് റീഡ് ആൻഡ് ലേൺ. പല സ്റ്റുഡൻസും ഇതാ ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് ടിപ്പ് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? collect different letters and samples and formats. നമ്മൾ ചില സ്റ്റുഡൻസ് എന്താ അറിയോ ചെയ്യാം, ഈ കളക്ട് ചെയ്ത സാമ്പിൾസും ഫോമാറ്റ്സും പലതവണ വായിച്ച് പഠിക്കും. ബട്ട് ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ്. സോ ഡു നോട്ട് ഫോളോ സച്ച് എ ടെക്നിക്. ഇൻസ്റ്റെഡ് റൈറ്റ് ആൻഡ് പ്രാക്ടീസ് റെഗുലർലി. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ യുവർ റൈറ്റിംഗ് ഇസ് ടു ബി ക്ലിയർലി അവെയർ ഓഫ് ദി അസസ്മെൻറ്റ് ക്രൈറ്റീരിയ. എന്താണോ എക്സാമിനേഴ്സ് നോക്കുന്നത് നിങ്ങളുടെ ലെറ്റർ കറക്റ്റ് ചെയ്യുമ്പം അത് നമുക്ക് ക്ലിയർലി അറിഞ്ഞിരിക്കണം ഫ്രം ഡേ 1 ഓഫ് പ്രാക്ടീസ്. പക്ഷെ നിങ്ങൾ March 7th ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കി വെക്കുക, എന്നിട്ട് മാത്രം നിങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങാം. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് സബ് ടെസ്റ്റ് വിച്ച് ഇസ് സ്പീക്കിംഗ്. നൗ സ്പീക്കിംഗ് പ്രിപ്പയർ ചെയ്യാൻ ഐ വുഡ് സേ ഇസ് ഫൺ. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ടിപ്പ് തന്നെ ലിസൺ ടു ഗുഡ് കോൺവെർസേഷൻ എന്നാണ്. സോ ബൈ കോൺവെർസേഷൻ ഐ മീൻ റിലേറ്റഡ് ടു ദ ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കോൺവെർസേഷൻ സാമ്പിൾസ് കിട്ടും. സോ ലിസൺ ടു എ ലോട്ട് ഓഫ് ഗുഡ് കോൺവെർസേഷൻ. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പല ഗുഡ് എക്സ്പ്രഷൻസ്, പല ഗുഡ് യൂസേജസ്, പേഷ്യൻ്റെ റെസ്പോൺസ് അനുസരിച്ച് എങ്ങനെയാണ് നേഴ്സ് തിരിച്ച് പറയാൻ പറ്റുക, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പല കൈൻഡ് ഓഫ് പേഷ്യൻസ് ഡീൽ ചെയ്യുന്ന സാമ്പിൾസ് കിട്ടും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ പ്രാക്ടീസിങ് യുവർ സ്പീക്കിംഗ് ഇസ് ലിസണിങ് ടു വെരി ഗുഡ് കോൺവെർസേഷൻസ്. നെക്സ്റ്റ് ഇസ് ടു പ്രാക്ടീസ് ഇറ്റ് സെൽഫ്. സ്പീക്കിംഗ് റോൾ കാർഡ് എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ആദ്യം ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് സെറ്റിംഗ്. പല കുട്ടികളും സെറ്റിംഗ് ഇഗ്നോർ ചെയ്യും. പല രീതിയിലെ സെറ്റിംഗ് ആയിരിക്കാം. ആൻഡ് സെറ്റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ എങ്ങനെ തുടങ്ങണം, നമുക്ക് ഓൾറെഡി പേഷ്യൻറ്റിനെ അറിയോ എന്ന ഡീറ്റെയിൽസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സെറ്റിംഗ്, അതിന് ശേഷം വരുന്ന പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷനും നമ്മൾ ക്ലിയറായി അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ടാസ്കിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പല സ്റ്റുഡൻസും ചെയ്യുക വെച്ചാൽ റോൾ കാർഡ് കിട്ടിയാൽ ആദ്യം തന്നെ ടാസ്കിലേക്ക് പോകും, വിച്ച് ഈസ് വെരി റോങ്. സെറ്റിംഗ് എന്താണെന്ന് നോക്കുക. ഹോം വിസിറ്റ് ആണോ,
കമ്മ്യൂണിറ്റി ഹെൽത്ത് സെറ്റപ്പ് ആണോ അതോ വാർഡാണോ ഓപ്പറേഷൻ തിയേറ്റർ ആണോ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മുടെ ടോണിൻ്റെ ഏർജൻസി, നമ്മൾ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അഡ്രസ്സ് ചെയ്യും, എത്ര കംഫർട്ടബിൾ ആണോ, ആർ വി ഫെമിലിയർ വിത്ത് ദ പേഷ്യൻ്റ് ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ദ തേർഡ് ടിപ്പ് ഈസ് ബി ക്ലിയർ വിത്ത് ദ ടാസ്ക്സ് ദാറ്റ് യു നീഡ് ടു ഫോളോ. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കീ വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് കുഡ് ബി റീഅഷ്വറിങ്, ഇറ്റ് കുഡ് ബി ഗിവിങ് അഡ്വൈസ്, ഇറ്റ് കുഡ് ബി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്താണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാരണം അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓൾസോ ഡിസൈഡ് ഹൗ ടു ബിഗിൻ ഈച്ച് കാർഡ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഓൺ ദ ഡേ ഓഫ് ദി എക്സാം ഓൾസോ നിങ്ങൾക്ക് ആ 3 മിനിറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ ടൈം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞാൻ എങ്ങനെ കോൺവെർസേഷൻ തുടങ്ങുമെന്ന് മാത്രമാണ്. ഷുഡ് ഐ ബിഗിൻ വിത്ത് ഗ്രീറ്റിംഗ് ദ പേഷ്യൻറ്റ്, ഷുഡ് ഐ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, എനിക്ക് പേഷ്യൻറ്റിനെ ഓൾറെഡി അറിയാം സോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനോട് കേസ് വെച്ച് തന്നെ തുടങ്ങണോ എന്നൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിരിക്കണം. അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം ഇതൊരു നേഴ്സ് ലെഡ് സ്പീക്കിംഗ് ടെസ്റ്റാണ്. അപ്പം നമ്മളാണ് തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ ബിഗിനിങ് തുടങ്ങി വെച്ചാൽ അതനുസരിച്ച് ബാക്കിയൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ദി ഓൺലി തിങ് യു ക്യാൻ ഡിസൈഡ് ഇസ് ഹൗ ടു ബിഗിൻ ദ കോൺവെർസേഷൻ. Another thing is make sure you're clear with certain expressions to use in speaking. For example, giving advice. Advice കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക? കളക്റ്റിംഗ് ഇൻഫർമേഷൻ, ഗിവിങ് ഇൻഫർമേഷൻ, സജഷൻസ് കൊടുക്കുക, റീഅഷ്വർ ചെയ്യുമ്പോഴൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നമ്മുടെ സെൻറ്റൻസ് തുടങ്ങാൻ പറ്റുക എന്നുള്ള എക്സ്പ്രഷൻസ് നമുക്ക് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ യുവർ സ്പീക്കിംഗ്. ആൻഡ് അനദർ ടിപ്പ് ഇസ് that you need to carefully listen to the patient. നമ്മൾ മുന്നിലിരിക്കുന്ന ആൾ എന്താണോ റെസ്പോണ്ട് ചെയ്തത് അതനുസരിച്ച് വേണം നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോകാൻ. നമ്മുടെ ടാസ്ക് മാത്രം ഫോളോ ചെയ്താൽ ഇത് പറ്റില്ല. പ്രോബബ്ലി നമ്മുടെ ഫസ്റ്റ് ടാസ്ക് വെച്ച് നമ്മൾ തുടങ്ങി, പക്ഷെ നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ ലാസ്റ്റ് ടാസ്കിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തായാലും ആ ലാസ്റ്റ് ടാസ്കിൽ പോയേ പറ്റും. സോ ലിസൺ ടു ദ പേഷ്യൻറ്റ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. And the last tip and the golden rule for practicing your speaking is to follow a 24-hour rule. And this will be helpful before your exam. നിങ്ങളുടെ എക്സാം ഡേന് 24 മണിക്കൂർ മുന്നേ make sure you are only exposed to English. You listen to English, you talk in English, you think in English. ഇത് മാത്രം നിങ്ങൾ ചെയ്യാണ് for 24 hours. That will give you good practice and you can perform much better on the day of the test. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നൗ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഗെറ്റ് ഗോയിങ് ആൻഡ് സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ്. സോ ഗുഡ് ലക്ക് ടു ഓൾ ഓഫ് യു ഹു ആർ അപ്പിയറിംഗ് ഫോർ ദ 7th ആൻഡ് ഫോർ എനി അതർ ഫ്യൂച്ചർ ഡേറ്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.